Basically, mode of yatra is a bus yatra. അത് വെച്ച് നോക്കുമ്പോൾ പിണറായിയുടെ വഴിയെ രാഹുൽ ഗാന്ധിയും എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. വി.ഡി. സതീശനൊക്കെ എവിടെ പോയി, കെ സുധാകരൻ എവിടെ? ആഡംബരത്തിന്റെ അങ്ങേയറ്റമായ ബസ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയൊക്കെ അധിക്ഷേപിച്ചവർ. പിണറായി വിജയൻ നവകേരള സദസ്സ് എങ്ങനെയാണോ നടത്തിയത് അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഈ രണ്ടാം ഭാരത് ജോഡോ യാത്ര നടത്തുന്നത്. സുരക്ഷയുടെ ഭാഗമായി ഒരു ബസ് കൊണ്ടുവന്നപ്പോൾ ആക്ഷേപിച്ച കോൺഗ്രസുകാർക്ക് ഇപ്പോഴെന്തേ മിണ്ടാട്ടമില്ലേ? രണ്ടാം ഭാരത് ജോഡോ യാത്ര പ്രഖ്യാപിച്ചിരിക്കുകയാണ് AICC. രാഹുൽ ഗാന്ധി തന്നെയാണ് ഈ ഭാരത് ജോഡോ യാത്രയും നേതൃത്വം നൽകുന്നത്. എന്നാൽ ഈ ഭാരത് ജോഡോ യാത്രയുടെ ചില വ്യത്യാസങ്ങളുണ്ട്. അന്ന് നമ്മൾ കന്യാകുമാരിയിൽ നിന്നും കാശ്മീരിലേക്ക് കണ്ട നടന്നുള്ള യാത്രയല്ല ഇത്തവണത്തെ ഭാരത് ജോഡോ യാത്ര. രണ്ടാം ഭാരത് ജോഡോ യാത്ര എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ വാർത്താ സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ളവർ പങ്കെടുത്ത വാർത്താ സമ്മേളനത്തിൽ വന്ന ചില സുപ്രധാനമായ കാരണങ്ങളാണ് ഇപ്പോൾ ചർച്ചയാകുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിസഭയിലെ മന്ത്രിമാരും കൂടി നടത്തിയ നവകേരള സദസ്സ്, ആ യാത്ര ആരും മറന്നു കാണില്ല. അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ്സ് ആയി നിന്നതും അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ബസ്സായിരുന്നു. ആ ബസ്സിനെ ചൊല്ലി പലതരത്തിലുള്ള വിമർശനങ്ങളും ആക്ഷേപങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായത് ആരും മറന്നു കാണില്ല. അത്തരത്തിൽ ഒരു യാത്രയാണ് ഈ തവണത്തെ ഭാരത് ജോഡോ യാത്ര എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അത് വസ്തുതാപരമാണ്, അത് വെറും ഒരു വാക്ക് മാത്രമല്ല. കാരണം ഇന്ന് വാർത്താ സമ്മേളനത്തിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പറഞ്ഞത് ഇതൊരു ബസ് യാത്രയായിരിക്കും. ഭാരത് ജോഡോയുടെ രണ്ടാം യാത്ര ഒരു ബസ് യാത്രയായിരിക്കും. അതിനൊരു പ്രധാനപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നവകേരള സദസ്സിനെ പോലെയുള്ള ഒരു പ്രത്യേക ബസ്സിലായിരിക്കും ഈ യാത്ര ഉണ്ടാകുക എന്നുള്ളതാണ്. This yatra is covering 14 states and 85 districts. Basically, mode of yatra is a bus yatra. Bus yatra allow maximum access to the people on the way, but it will also have a short stretches of walking every now and then. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ ഒരുക്കേണ്ട ഒരാൾ കൂടിയാണ് രാഹുൽ ഗാന്ധി. നേരത്തെ Z+ കാറ്റഗറി ഉണ്ടായത്, ഇപ്പോൾ Z കാറ്റഗറിയിലുള്ള അദ്ദേഹത്തിന് സുരക്ഷയൊക്കെ ഒരുക്കുന്നത് കൊണ്ട് തന്നെ എന്തായാലും ഒരു ആഡംബരമായ ബസ് തന്നെയായിരിക്കും ഇതിന് ഉപയോഗപ്പെടുത്തുക എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സമയത്താണ് ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ പല ചോദ്യങ്ങളും കോൺഗ്രസുകാർക്ക് നേരെ ഇടതുപക്ഷം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ രാഷ്ട്രീയപരമായി പല കാര്യങ്ങളിലും പരസ്പരം പോരടിക്കുന്ന കോൺഗ്രസും CPM-ഉം, പക്ഷേ ഇത് ഒരു സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയായിരുന്നു നവകേരള സദസ്സ്. ആ നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി മാത്രമല്ലായിരുന്നു ഈ ബസ്സിൽ യാത്ര ചെയ്തത്. ഒരു മന്ത്രിസഭ മുഴുവൻ ആ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതിന്റെ സുരക്ഷയുടെ ഭാഗമായി ഒരു ബസ് കൊണ്ടുവന്നപ്പോൾ ആക്ഷേപിച്ച കോൺഗ്രസുകാർക്ക് ഇപ്പോഴെന്തേ മിണ്ടാട്ടമില്ലേ എന്നൊരു ചോദ്യമാണ്. വി.ഡി. സതീശനൊക്കെ എവിടെ പോയി, കെ സുധാകരൻ എവിടെ? ആഡംബരത്തിന്റെ അങ്ങേയറ്റമായ ബസ് എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയൊക്കെ അധിക്ഷേപിച്ചവർ രാഹുൽ ഗാന്ധിയുടെ ഈ ആഡംബര യാത്രയ്ക്ക് എന്തേ ഒന്നും പറയാനില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് ഇപ്പോൾ നവകേരള യാത്രയെ അധിക്ഷേപിച്ചവർക്കെതിരെ കമ്മ്യൂണിസ്റ്റ് ഹാൻഡിലുകളിൽ നിന്നും അല്ലെങ്കിൽ CPM-ന്റെ സൈബർ പോരാളികളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ചോദ്യത്തിൽ പ്രസക്തി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്തരത്തിലൊരു ബസ് യാത്ര കേരളം പോലെ ഒരു ചെറിയ സംസ്ഥാനത്ത് 14 ജില്ലകളിലൂടെ കടന്നു വന്ന പോലെ ആയിരിക്കില്ല ഈ യാത്ര എന്നുള്ളതാണ്. ആ യാത്രയുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പിന്നാലെ പറയുന്നുണ്ട്. പക്ഷേ ഈ യാത്ര വിവിധ സംസ്ഥാനങ്ങളിലൂടെയാണ്, 85ഓളം ജില്ലകളിലൂടെ യാത്ര പോകുമെന്നൊക്കെയാണ് കരുതുന്നത്. അപ്പോൾ അത്തരം വലിയൊരു യാത്രയാണ്. അത് ബസ്സിലായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ ബസ്സിൽ പോകാനുള്ളൊരു കാരണമായിട്ട് ഈ KC വേണുഗോപാൽ പറയുന്നത് കൂടുതൽ സംസ്ഥാനങ്ങൾ കവർ ചെയ്യാനാകും, കൂടുതൽ മേഖലകളിലേക്ക് ചെല്ലാനാകും. അതാണ് സുരക്ഷയ്ക്ക് ഏറ്റവും നല്ലത്. കാരണം അന്ന് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നുകൊണ്ട് യാത്ര ചെയ്യേണ്ടി വന്ന സമയത്തുണ്ടായ സുരക്ഷാ പ്രശ്നങ്ങളും മറ്റ് വിഷയങ്ങളുമൊക്കെ കണക്ക് കൂട്ടിയത് കൊണ്ടാണ് ഇപ്രാവശ്യം ഈ യാത്ര ബസ്സിലേക്ക് മാറ്റുന്നത്. ഇത് തന്നെയാണല്ലോ നമ്മുടെ CPM അല്ലെങ്കിൽ ഇത് തന്നെയാണല്ലോ CPM-കാരും അന്ന് പറഞ്ഞത്. കേരളത്തിലെ ഒരു മന്ത്രി മാത്രമല്ല യാത്ര ചെയ്യുന്നത്, മുഖ്യമന്ത്രിയും. ഏറ്റവും വലിയ സുരക്ഷ കേരളത്തിൽ ഉള്ളത് മുഖ്യമന്ത്രിക്കും ഗവർണർക്കുമാണ്. അതിൽ ഒരാളാണ് മുഖ്യമന്ത്രി. ഈ മുഖ്യമന്ത്രിയെ കൂടാതെ മറ്റ് മന്ത്രിമാർ അവരുടെ സുരക്ഷ കൂടി മുൻകണ്ടുകൊണ്ടും ചിലവ് കുറക്കുന്നതിന്റെ ഭാഗമായും ഒക്കെ തന്നെയായിരുന്നു ബസ്സിൽ യാത്ര നടത്തിയത്. അത് വെച്ച് നോക്കുമ്പോൾ പിണറായിയുടെ വഴിയെ
രാഹുൽ ഗാന്ധിയും എന്ന് പറയാതിരിക്കാൻ സാധിക്കില്ല. പിണറായി വിജയൻ നവകേരള സദസ്സ് എങ്ങനെയാണോ നടത്തിയത് അതുപോലെ തന്നെയാണ് രാഹുൽ ഗാന്ധിയും ഈ രണ്ടാം ഭാരത് ജോഡോ യാത്ര നടത്തുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ വ്യക്തമായ പദ്ധതിയും പ്ലാനിങ്ങും നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. രണ്ടാം ഭാരത് ജോഡോ യാത്ര ഉടൻ വരുമെന്ന് KC വേണുഗോപാൽ മലയാള മാധ്യമങ്ങൾക്ക് മുൻപ് തന്നെ ഇത്തരം മറുപടി നൽകിയിട്ടുള്ളതാണ്. അപ്പോൾ നേരത്തെ തന്നെ ഈ ഒരു പദ്ധതി നമുക്കറിയാം. ഈ ഭാരത് ജോഡോ യാത്രയുടെ കാരണക്കാരനും അത് തുടക്കം കുറിച്ചവരും അത് ആസൂത്രണം ചെയ്തതിനും ഒക്കെ പിന്നിൽ KC വേണുഗോപാലാണ്. അപ്പോൾ ഈ KC വേണുഗോപാലിന് അറിയാം ഈ യാത്ര എങ്ങനെയായിരിക്കുമെന്ന് നേരത്തെ തന്നെ അറിയാം. അങ്ങനെ ഇരിക്കുന്ന KC വേണുഗോപാലാണ് അല്ലെങ്കിൽ KC വേണുഗോപാലിന്റെ പാർട്ടിയാണ് നവകേരള യാത്രയും നവകേരള ബസ്സിനെയും കുറിച്ചൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചത്. ഇനി KC വേണുഗോപാലിന് എന്തേ ഒന്നും പറയാനില്ലേ എന്നുള്ള ചോദ്യമാണ് CPM-കാർ അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഉള്ളവർ ചോദിക്കുന്നത്. ഇനി ഈ യാത്രയുടെ കുറച്ച് വിശദാംശങ്ങളിലേക്ക് പോകാം. ജനുവരി 14 ആരംഭിക്കുന്ന യാത്ര മുംബൈയിൽ മാർച്ച് 20 അവസാനിക്കും. ഭാരത് ന്യായ് യാത്ര എന്ന പേരിൽ മണിപ്പൂരിൽ നിന്നാണ് മുംബൈയിലേക്ക് യാത്ര നടക്കുന്നത്. 14 സംസ്ഥാനങ്ങളിലൂടെ 65 ദിവസമെടുത്ത് 6200 കിലോമീറ്റർ ദൂരത്തിലുള്ള യാത്ര 85 ജില്ലകളിലൂടെയും കടന്നുപോകും. മണിപ്പൂർ, നാഗാലാൻഡ്, അസം, മേഘാലയ, പശ്ചിമ ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് ഭാരത് ന്യായ് യാത്ര കടന്നു പോകുന്നത്. 85 ജില്ലകളിലൂടെ 6200 കിലോമീറ്റർ സഞ്ചരിക്കും. ഭാരത് ജോഡോ യാത്ര പൂർണ്ണമായും നടന്നായിരുന്നെങ്കിൽ ഭാരത് ന്യായ് യാത്ര ബസ്സിലായിരിക്കുമെന്നാണ് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ മണിപ്പൂരിൽ യാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യും. സഖ്യ നീക്കങ്ങളെ യാത്ര ബാധിക്കില്ല എന്നാണ് വിവരം. മണിപ്പൂരിന്റെ മുറിവുണക്കുന്നതിന്റെ ഭാഗമായാണ് യാത്ര അവിടെ നിന്ന് തുടങ്ങുന്നതെന്നും തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളെ ഇത് ബാധിക്കില്ലെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. അത്തരത്തിൽ ഈ യാത്ര പ്രധാനമായും നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അതേ രീതിയിൽ തന്നെയാണ്. വിവിധയിടങ്ങളിൽ ഈ യാത്രയുടെ ബസ്സിന് സദസ്സുകൾ ഉണ്ടാകും. അവിടെ ആളുകളുമായി സംവദിക്കും, അവരുടെ പരാതികൾ കേൾക്കും. ആ പരാതികളിന്മേൽ ഏതെല്ലാം തരത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, പാർട്ടിയിലെ യുവനിര നേതാക്കളുമായി സംവദിക്കും, എന്തെല്ലാം മാറ്റങ്ങൾ ഭാവിയിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ആശയങ്ങൾ അത് സ്വീകരിക്കുമെന്നൊക്കെയാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അത്തരത്തിൽ പിണറായി വിജയനും സർക്കാരും നടത്തിയ ഒരു യാത്ര അതേ മോഡലിൽ തന്നെയാണ് ഈ യാത്ര എന്നുള്ളതാണ്. എന്തായാലും ഇടതുപക്ഷ സൈബർ നേതാക്കളും അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരും ഒക്കെ ഈ യാത്രയെ പിണറായിക്ക് പിന്നാലെ അല്ലെങ്കിൽ പിണറായിയുടെ വഴിയെ രാഹുൽ ഗാന്ധി എന്ന് പറയുമെങ്കിൽ പോലും ഈ യാത്രയൊക്കെ നേരത്തെ തന്നെ തീരുമാനിച്ചതാണ്. എന്തായാലും അങ്ങനെ രീതിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ പറഞ്ഞ സംഭവങ്ങൾ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ വാക്കുകളെല്ലാം തന്നെ ഇത്തരത്തിൽ ഈ യാത്രയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇന്ന് നവമാധ്യമങ്ങളിൽ കണ്ട ചില കാര്യങ്ങളാണ് വ്യക്തമാക്കുന്നത്. ഇതിൽ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുകയാണെങ്കിൽ ഇത്തരം യാത്രകൾ അത് രാഷ്ട്രീയപരമായി ഏത് തരത്തിൽ ഗുണമാകുമോ ആ രീതിയിൽ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. നവകേരള ബസ്സും അല്ലെങ്കിൽ നവകേരള യാത്രയും സംസ്ഥാന സർക്കാരിന് ഏത് തരത്തിൽ അത് ഉപയോഗപ്പെടുത്താൻ സാധിച്ചു അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്താനായി അതിനെല്ലാം തന്നെ വേണ്ട ചില കാര്യങ്ങൾ അത് സ്വാഭാവികമായും അതെന്തൊക്കെയാണ് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വ്യക്തമായ പദ്ധതിയോടുകൂടി തന്നെയാണ് സർക്കാർ മുന്നോട്ട് കൊണ്ടുപോയത്. അതോടൊപ്പം തന്നെയാണ് ഈ രാഹുൽ ഗാന്ധിയുടെ ഈ യാത്രയും. കാരണം 6200 കിലോമീറ്ററോളം ഒക്കെ യാത്ര ചെയ്യുക എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് നടന്ന് യാത്ര ചെയ്യുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ സാധിക്കാതെ വരും. കാരണം കേരളം മുതൽ കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടത്തിയ യാത്ര നടന്നാണെങ്കിൽ പോലും അതിനിടയിൽ ചില ഇടവേളകൾ എടുക്കേണ്ടി വന്നിട്ടുണ്ട്, ചില താമസ സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വന്നിട്ടുണ്ട്. അത്തരത്തിൽ അത് വലിയൊരു നമുക്ക് ഈ വാക്കുകൾ കൊണ്ട് ചിലപ്പോൾ പൊടുന്നനെ 6200 കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞു പോകാമെങ്കിൽ പോലും അതൊരു കൃത്യമായ ആസൂത്രണവും വ്യക്തമായ പദ്ധതിയും അത് റൂട്ടായി തിരിച്ച് അതിൻ്റെ ഒരുപാട് നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബസ്സിൽ ഇവർ യാത്ര ചെയ്യുന്നതുകൊണ്ട് ആർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ചെയ്യുമ്പോൾ നല്ല കാര്യം, മറ്റവൻ ചെയ്യുമ്പോൾ അത് മോശം കാര്യം എന്നുള്ള ആ രീതിയിലേക്ക് എടുക്കാതെ രാഷ്ട്രീയ മര്യാദയോടുകൂടി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കണ്ട ഈ വാക്കുകൾക്ക് മറുപടിയായി പറയാനുള്ളത്.